നമുക്ക് മൈനറും കോഫാക്ടറും ഉൾപ്പെടുന്ന ചെറിയ എക്സാമ്പിൾസിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഒരു 3x3 മെട്രിക്സ് തന്നിരിക്കുന്നു. ഇങ്ങനെയാണ് 3x3 മെട്രിക്സ് അല്ല, ഒരു 3x3 ഓർഡറുള്ള ഒരു ഡിറ്റർമിനൻറ്റ് തന്നിരിക്കുന്നു. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഡിറ്റർമിനൻറ്റ്. ഇങ്ങനെ ഒരു ഡിറ്റർമിനൻറ്റ് തന്നിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കണം. ദെൻ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ വെരിഫൈ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ ഓരോന്നിൻ്റെയും മൈനർ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ മൈനറിനെ M11, അപ്പോൾ ആദ്യം A11 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് A11. അപ്പോൾ ഇതിൻ്റെ മൈനറിനെ നമ്മൾ M11 എന്ന് പറയും. അപ്പോൾ ഇതുൾപ്പെടുന്ന ഈ റോയും ഈ കോളവും കട്ട് ചെയ്ത് കളയുക. ഇതുൾപ്പെടുന്ന ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ള ആളെ മാത്രം എഴുതുക. അപ്പോൾ ബാക്കിയുള്ളത് 0, 4, 5, -7. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ 0 × -7 0 -4 × 5 20. അപ്പോൾ 0 - 20 എന്ന് പറയുമ്പോൾ ഇവിടെ -20 എന്നാണ് കിട്ടുക. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ മൈനർ -20 എന്ന് കിട്ടി. ഇപ്പോൾ M11ൻ്റെ ഉത്തരം -20 എന്ന് കിട്ടി. അടുത്തത് A12ൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ A12ൻ്റെ മൈനറിനെ നമ്മൾ M12 എന്നാണ് എഴുതുന്നത്. A12ൻ്റെ മൈനർ M12. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന A12 എന്ന് പറയുന്ന എലമെൻറ്റ്. അതിൻ്റെ മൈനർ കാണാൻ ഇതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതുൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ കളയുക. ഇതുൾപ്പെടുന്ന കോളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളം കളയുക. അപ്പോൾ ഇതും പോയി ഇതും പോയി, ബാക്കിയുള്ളത് മാത്രം എഴുതുക. അപ്പോൾ 6 ഇവിടെയാണെങ്കിൽ 4 1 -7. അപ്പോൾ ഇതിൻ്റെ മൈനർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 × -7 ഇത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് -42 -4 × 1 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ -46 എന്ന് കിട്ടി. -46 എന്ന് കിട്ടി. അപ്പോൾ M11 സെറ്റായി, M12 ഓക്കെ. ഇനി അടുത്തത് ഈ തേർഡ് എലമെൻറ്റ് A13 എന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ മൈനറിനെ നമ്മൾ M13 എന്നാണ് പറയുക. അപ്പോൾ M13 = ഇതിൻ്റെ മൈനർ അതുൾപ്പെടുന്ന റോയും കളയുക കോളവും കളയുക. ഫസ്റ്റ് റോയും പോയി തേർഡ് കോളവും പോയി, ബാക്കിയുള്ളത് 6 0 1 5. അപ്പോൾ ഫസ്റ്റ് റോയും പോയി തേർഡ് കോളവും പോയി, ബാക്കിയുള്ളത് മാത്രം നോക്കി അതെടുത്തു. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 6 × 5 30 -0 × 1 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ =30 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ പറഞ്ഞ M13യുടെ ഉത്തരം 30 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫുള്ള് പണി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഇയാളുടെ മൈനർ കാണാം. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എന്ന് വെച്ചാൽ A21 ആണ് ഈ ഇരിക്കുന്നത്, അതിൻ്റെ മൈനർ. അപ്പോൾ A21ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ M21 എന്ന് എഴുതി. M21. അപ്പോൾ ഇതിൻ്റെ മൈനറാണ് ഇനി കാണാൻ പോണത്. അപ്പോൾ അതിനെ നമ്മൾ M21 എന്ന് എഴുതി. അപ്പോൾ ഇത് കാണാനായിട്ട് ഈ എലമെൻ്റ് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഉൾപ്പെടുന്ന കോളം ഫസ്റ്റ് കോളം. അപ്പോൾ ഇതും കളയുക ഇതും കളയുക, ബാക്കിയുള്ളത് മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ ബാക്കിയുള്ളത് മാത്രം എന്ന് പറഞ്ഞാൽ -3 5 അതുപോലെ 5 -7. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ -3 × -7 21 -5 × 5 25. കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം 21 - 25 -4. അപ്പോൾ നമുക്ക് M21 കിട്ടി. അടുത്തത് M22 എടുക്കുക. അതായത് A22 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ എടുക്കുക, M22. അപ്പോൾ M22
ഇതാണ് A22. ഇതിൻ്റെ മൈനറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇതുൾപ്പെടുന്ന സെക്കൻഡ് റോയും ഇതുൾപ്പെടുന്ന സെക്കൻഡ് കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ റോയും പോയി ഈ കോളവും പോയി. ബാക്കിയുള്ളത് ഇവിടുത്തെ 2 ഉണ്ട്, 5 ഉണ്ട്, പിന്നെ 1 -7. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ 2 × -7 -14 -5 × 1 5 തന്നെ. അപ്പോൾ അതിൻ്റെ ആൻസർ -19. അപ്പോൾ നമുക്കിങ്ങനെ M22 കിട്ടി. ഇനി അടുത്തത് ഈ എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ A23 ആണ്. അപ്പോൾ അതിൻ്റെ മൈനറിനെ നമ്മൾ M23 എന്ന് എഴുതി. M23 ദാറ്റ് ഈസ് ഈക്വൽ ടു A23 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക എന്ന് വെച്ചാൽ സെക്കൻഡ് റോയും കളയുക, തേർഡ് കോളവും കളയുക. ബാക്കിയുള്ളത് പറയുമ്പോൾ സെക്കൻഡ് റോ പോയി, തേർഡ് കോളം പോയി. ബാക്കി 2 -3 1 5. അപ്പോൾ 2 -3 1 5. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 2 × 5 10 ആണ്. അപ്പോൾ 10 -3 × 1 2 × 5 ചെയ്തു, പിന്നെ -3 × 1. അപ്പോൾ അത് -3. അപ്പോൾ 10 - -3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി. അപ്പോൾ 10 + 3 13. അങ്ങനെ M23 കിട്ടി. ഇപ്പോൾ സെക്കൻഡ് റോയുടെ പണിയും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A31. ഇതിൻ്റെ മൈനർ എടുക്കാം. അപ്പോൾ അതിൻ്റെ മൈനറിനെ നമ്മൾ M31 എന്ന് വിളിക്കണം. M31. അപ്പോൾ ഇതുൾപ്പെടുന്ന റോയും കോളവും കളയുക. എന്നുവെച്ചാൽ തേർഡ് റോയും ഫസ്റ്റ് കോളവും പോയി. ബാക്കിയുള്ളത് -3 5 0 4. അപ്പോൾ -3 5 0 4. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -3 × 4 -12. ഇത് ചെയ്യുമ്പോൾ 5 × 0 0. അപ്പോൾ ഇതിൻ്റെ ഉത്തരം -12 എന്ന് കിട്ടി. ഇതുപോലെ അടുത്തത് M32 പിടയ്ക്കുക. അതായത് A32ൻ്റെ മൈനർ പിടയ്ക്കുക. അപ്പോൾ ഇതാണ് A32 എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മൈനർ കാണാൻ ഇതുൾപ്പെടുന്ന റോയും കോളും കളയുക. അപ്പോൾ ഈ തേർഡ് റോയും പോയി, സെക്കൻഡ് കോളവും പോയി. ബാക്കിയുള്ളത് 2 5 6 4. അപ്പോൾ 2 5 6 4. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം 2 × 4 8 -6 × 5 30. 8 - 30 എന്ന് പറഞ്ഞാൽ -22. ഇനി അടുത്തത് ലാസ്റ്റ് എലമെൻറ്റ് M33. ഇതിൻ്റെ മൈനർ കണ്ടുപിടിക്കുക. ഇത് A33 ആണ്. ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ M33. അപ്പോൾ ഇതുൾപ്പെടുന്ന റോയും കോളും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് അടുത്തത് വേണ്ടത് M33. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് A33. ഇതുൾപ്പെടുന്ന റോയും കളഞ്ഞു, കോളവും കളഞ്ഞു. എന്ന് വെച്ചാൽ തേർഡ് റോയും തേർഡ് കോളവും കളയുക. ബാക്കിയുള്ളത് 2 -3 6 0. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2 -3 6 0. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുകയാണെങ്കിൽ 2 × 0 0 -3 × 6 പറഞ്ഞാൽ -18. മൈനസും മൈനസും പ്ലസ് ആയി മാറി വെറും 18. ഇങ്ങനെ ഈ മെട്രിക്സിലുള്ള 9 എലമെൻറ്റിൻ്റെയും മൈനർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ കോഫാക്ടറാണ് നമുക്ക് അടുത്തത് വേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ എടുക്കണം. പിന്നെ നമുക്ക് മൈനറൊക്കെ സെറ്റായി. ഇനി അടുത്തത് വേണ്ടത് കോഫാക്ടർ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ വേണമെന്ന് വയ്ക്കുക, A11. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടിയ മൈനർ ഉണ്ട്, അതായത് M11 ഉണ്ട്. അതിനെ -1 × 1 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തെ 2 ഫുൾ സ്റ്റെപ്പായിട്ട് കാണിക്കാം, പിന്നെ ഞാനത് ചുരുക്കി കാണിക്കാം. അപ്പോൾ A11 കാണാൻ -1 ഈ പൊസിഷൻസ് 1 + 1, അതായത് 1 + 1 എന്ന് പറഞ്ഞാൽ 2 × M11. M11 എന്ന് പറഞ്ഞാൽ എത്രയാ? -20 ആണ്. അപ്പോൾ A11ൻ്റെ ഉത്തരം
-20 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ മൈനർ തന്നെ -20. ഇനി അടുത്ത രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണാം. അപ്പോൾ A12, അപ്പോൾ നമ്മൾ -1 ഈ പൊസിഷൻസ് തമ്മിൽ കൂട്ടുക. 1ഉം 2ഉം കൂട്ടിയ 3 ആണ് ഇൻറ്റു M12. M12 എത്രയാണെന്ന് നോക്കുക. M12 -46. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ -1 എന്ന് പറഞ്ഞാൽ -1ൻ്റെ പവറിൽ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഉത്തരം -1. അപ്പോൾ ഇവിടെ -1 ഇൻറ്റു -46, രണ്ട് മൈനസ് ചേരുമ്പോൾ അത് പ്ലസ്സായി. സോ വെറും 46. അതാണ് രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ. ഇതുപോലെ തേർഡ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണുമെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണുകയാണെങ്കിൽ A13. അപ്പോൾ -1 + 3 പറഞ്ഞാൽ 4 ഇൻറ്റു M13. M13 എത്രയാണ് നോക്കി, 30. അപ്പോൾ ഇതിൻ്റെ ആൻസർ -1 നമ്പർ വന്നു കഴിഞ്ഞാൽ 1 തന്നെ. 1 × 30 എന്ന് പറഞ്ഞാൽ 30. ഈ രൂപത്തിൽ A13 നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ A14 പിടയ്ക്കുക. അപ്പോൾ A14 പോട്ടെ, ഇപ്പോൾ ഫസ്റ്റ് റോയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് A21 പിടയ്ക്കാം. അപ്പോൾ A21 എന്ന് പറയുമ്പോഴും -1 2 + 1 3 ഇൻറ്റു M21. M21 -4 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ -1 3 എന്ന് പറഞ്ഞാൽ -1ൻ്റെ പവറിൽ ഓഡ് നമ്പർ. സോ ഉത്തരം -1. ഇപ്പോൾ -1 -4 മൈനസും മൈനസും ഗുണിക്കുമ്പോൾ +4 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് A21 വരെ കിട്ടി. ഇനി അടുത്തത് A22 കണ്ടുപിടിക്കാം. അപ്പോൾ A22 കാണാനായിട്ട് A22 = A22 -1 2 + 2 4 ആണ് ഇൻറ്റു M22. M22 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് -19. അപ്പോൾ ഇവിടെ -1 ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ 1. -1 ഏത് ഈവൺ നമ്പർ വന്നാലും 1 ആണ്. 1 ഇൻറ്റു -19 ഉത്തരം -19 തന്നെ. അതുപോലെ A23 എന്ന് പറയുമ്പോൾ -1 ഈ 2 + 3 5 ഇൻറ്റു M23. M23 ഇതേ കണ്ടുപിടിച്ച് വെച്ചേക്കണു 13. അപ്പോൾ -1 × 5 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു 13 -13. ഇനി അടുത്തത് A31 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനായിട്ട് -1 3 + 1 4 ആണ് ഇൻറ്റു M31. M31ൻ്റെ ആൻസർ -12. അപ്പോൾ ഇവിടെ -1 × 4 എന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യേണ്ടത് 1 ആയിപ്പോയി. അപ്പോൾ 1 ഇൻറ്റു -12 -12. ഇനി അടുത്തത് M32 അല്ല A32. അപ്പോൾ -1 × 3 + 2 5 ഇൻറ്റു M32. M32 ഇതേ കിടക്കണ് -22. അപ്പോൾ ഈ -1 × 5 എന്ന് പറഞ്ഞാൽ മൈനസായി. മൈനസും ഗുണിക്കുമ്പോൾ വെറും 22. ഇനി ലാസ്റ്റത്തെ എലമെൻറ്റ് A33. ഇയാളുടെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ -1 × 3 + 3 3 കൂട്ടിയ 6 ഇൻറ്റു M33. M33 പറഞ്ഞാൽ 18. അപ്പോൾ -1 × ഈവൺ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് 1 ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വെറും 18. അപ്പം ഇങ്ങനെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും കോഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു.
ഇനി നമുക്ക് ഒരു പരിപാടി കൂടിയുണ്ട്, ഒരു കാര്യം വെരിഫൈ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈനർ ആദ്യം കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ കോഫാക്ടർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അവർ പറഞ്ഞ ഒരു കാര്യം വെരിഫൈ ചെയ്യാൻ കൂടി ചെയ്യാം. അപ്പോൾ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത് വെരിഫൈ ചെയ്യാനായിട്ട് തന്നേക്കണത് ഇങ്ങനെയാണ്: A11 ഇൻറ്റു A31 പ്ലസ് A12 A32 പ്ലസ് A13 A33 ഈക്വൽ ടു 0 എന്ന് കാണിക്കാനാണ് അവർ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണത്. അപ്പോൾ അതിൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ A11 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ് 2 ആണ്. ഇൻറ്റു A31 എത്രയാണെന്ന് നോക്കുക. A31 ദേ കിടക്കണ് -12 പ്ലസ് A12 ആരാന്ന് നോക്കുക. നമുക്ക് തന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻറ്റ് -3 ആണ്. ഇൻറ്റു A32 ആരാന്ന് നോക്കുക, 22 ആണ്. പ്ലസ് ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് A13 ആരാന്നറിയണം. A13 ആരാന്നറിയണം. അപ്പോൾ A13 എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 5 ആണ്. ഇൻറ്റു A33 18 ആണ്. നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു -12 -24, ഇത് -66, ഇവിടെ 5 ഇൻറ്റു 18 90, -24 -66 എന്ന് പറഞ്ഞാൽ -90 പ്ലസ് 90, -90 പ്ലസ് 90 എന്ന് പറഞ്ഞാൽ 0. നമ്മളോട് 0 കിട്ടുന്ന കാണിക്കാനാണ് പറഞ്ഞത്, നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹെൻസ് വെരിഫൈഡ്. നമുക്ക് 0 കിട്ടി, നമ്മൾ സന്തുഷ്ടരായി, ഹെൻസ് വെരിഫൈഡ്. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഡിറ്റർമിനൻ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റുകളുടെയും മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുക. നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് ഫോളോയിങ് ഡിറ്റർമിനൻറ്റ്സ്. ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻസിലെ എല്ലാ എലമെൻറ്റിൻ്റെയും മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇതിലെ ആദ്യത്തെ എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M11. അപ്പോൾ ഇതാണ് നമ്മുടെ A11 എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മൈനർ കാണാനായിട്ട് ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയും. അപ്പോൾ ബാക്കിയുള്ളത്, അപ്പോൾ ഫസ്റ്റ് റോയും പോയി ഫസ്റ്റ് കോളവും പോയി, ബാക്കിയുള്ളത് 3 മാത്രം. അപ്പോൾ M11 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടി. ഇനി അടുത്തത് M12 കണ്ടുപിടിക്കാം. അപ്പോൾ M12 ഇതാണ് A12 എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മൈനർ കാണുമ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയും. എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയും പോയി സെക്കൻഡ് കോളവും പോയി, ഫസ്റ്റ് റോയും പോയി സെക്കൻഡ് കോളവും പോയി, ബാക്കിയുള്ളത് 0 മാത്രം. ഇതുപോലെ M21 ചെയ്ത് നോക്കാം. M21 എന്ന് വെച്ചാൽ A21ൻ്റെ മൈനർ, അതായത് ഇയാളുടെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. എന്ന് വെച്ചാൽ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും കളയുക, ബാക്കിയുള്ളത് -4 മാത്രം. ഇനി അടുത്തത് M22 എന്ന് വെച്ചാൽ A22 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ. ഇതാണ് A22 എന്ന് പറയുന്ന എലമെൻറ്റ്, ഇതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ മൈനർ 2 എന്ന് കിട്ടി. ഇങ്ങനെ ഈ ഡിറ്റർമിനൻസിലെ എല്ലാ എലമെൻറ്റിൻ്റെയും മൈനർ കണ്ടുപിടിച്ചു. ഇനി നമുക്കിതിൻ്റെ കോഫാക്ടർ എഴുതി നോക്കാം. അപ്പോൾ ഇതിൻ്റെ നേരെ തന്നെ എഴുതുകയാണെങ്കിൽ സുഖമാണ്. അപ്പോൾ ഇതിൽ A11 ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എഴുതുകയാണെങ്കിൽ -1 റേസ് ടു ഈ പൊസിഷനുകൾ തമ്മിൽ കൂട്ടുക, 1ഉം 1ഉം കൂട്ടിയ 2 ഇൻറ്റു M11. ഇവിടെ ഇത് 3 ആണ്. സോ -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആയി, 1 ഇൻറ്റു 3 3. ഇതാണ് ആദ്യത്തെ എലമെൻറ്റിൻ്റെ കോഫാക്ടർ. അടുത്തത് A12. അപ്പോൾ A12 എന്ന് പറഞ്ഞാൽ -1 റേസ് ടു 1 + 2 3 ഇൻറ്റു M12. M12 0 ആണ്. അപ്പോൾ 0നെ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഉത്തരം
0 തന്നെ. സോ A12 0 എന്ന് കിട്ടി. ഇതുപോലെ A21 അപ്പോഴും -1 റേസ് ടു ഈ പൊസിഷനുകൾ 2ഉം 1ഉം കൂട്ടിയ 3 ഇൻറ്റു M21 എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ -1 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ -1, അതും -4 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ വെറും 4 എന്ന് കിട്ടി. ഇതുപോലെ A22 എടുക്കുകയാണെങ്കിൽ -1 റേസ് ടു 2 + 2 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു M22 അഥവാ 2, ഉത്തരം 2. ഇങ്ങനെ മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചു. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ M11 നമ്മൾ കഷ്ടപ്പെട്ട് റോ ഇൻ കോളം ഡിലീറ്റ് ചെയ്തിട്ട് 3 എന്ന് കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ കോഫാക്ടർ കാണുമ്പോൾ നമ്മൾ ഈ പൊസിഷനുകൾ കൂട്ടുമ്പോൾ ഓഡാണോ ഈവൺ ആണോ എന്ന് നോക്കുക. ഇപ്പോൾ 1 + 1 2 ഈവൺ നമ്പറാണ്. സോ മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. ഇനി ഇവിടെ M12 0 ആണ്. അപ്പോൾ A12 നോക്കുമ്പോഴേ 1ഉം 2ഉം കൂട്ടുക 3 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പർ. അപ്പോൾ അതിൻ്റെ കോഫാക്ടർ കണ്ടപ്പോൾ മൈനറിൻ്റെ നെഗറ്റീവ്, പക്ഷേ ഇവിടെ 0 ആയ കാരണം 0 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഇനിയിപ്പോൾ M21 എടുക്കുമ്പോൾ മൈനർ -4 ആണ്. അതിൻ്റെ കോഫാക്ടർ കണ്ടപ്പോൾ എന്തുണ്ടായി? ഉത്തരം വെറും 4 ആയി. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പൊസിഷൻ കണ്ട 2ഉം 1ഉം കൂട്ടിയാൽ 3 ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ പൊസിഷനുകൾ കൂട്ടുമ്പോൾ ഈവൺ ആണ് കിട്ടുന്നത് എങ്കിൽ ആ എലമെൻറ്റുകളുടെ മൈനറും കോഫാക്ടറും സെയിം. ഓഡാണ് കിട്ടണമെങ്കിൽ മൈനർ എന്താണോ അതിൻ്റെ നെഗറ്റീവായിരിക്കും കോഫാക്ടറായിട്ട് വരിക. അപ്പോൾ ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനർ എഴുതി ഒറ്റയടിക്ക് ഈ സ്റ്റെപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കോഫാക്ടർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും മൈനറുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു 3/3 ആണ്. ആദ്യം ഞാൻ M11 കണ്ടുപിടിച്ചു. M11 എന്ന് വെച്ചാൽ ഈ എലമെൻറ്റിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ബാക്കി വരിക 5 - 1 1 2. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ കിട്ടുക 10 - -1. ഇത് 5 × 2 10 ആണ്, -1 നമുക്ക് 11 എന്നാണ് കിട്ടുക. അപ്പോൾ M11 കിട്ടി. ഇനി ഇതുപോലെ ഞാനിവിടെ M12 ഇങ്ങനെ എഴുതിയെന്ന് വെക്കുക. M12 ഇതാണ് നമ്മുടെ M12 എന്ന് പറയുന്ന എലമെൻറ്റ്, അല്ലെങ്കിൽ A12 എന്ന് പറയുന്ന എലമെൻറ്റ് ഇതാണ്. ഇതിൻ്റെ മൈനറാണ് M12. സോ ഇത് ഉൾപ്പെടുന്ന ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് 3 - 1 0 2. ഇതിൻ്റെ മൈനർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടി. ഇപ്പോൾ M12 നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ M13 നോക്കി. ഇപ്പോൾ M13 എടുത്തു കഴിഞ്ഞാൽ ഇതാണ് A13 എന്ന് പറയുന്ന എലമെൻറ്റ്. ഇതിൻ്റെ മൈനറാണ് M13. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇതും പോയി ബാക്കിയുള്ളത് ഇവിടെ. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ 3 - 0 നമ്മൾ 3 എന്ന് എഴുതി. ഇതുപോലെ ഇപ്പോൾ നമുക്ക് M21 എടുക്കണമെന്ന് വെക്കുക. അപ്പോൾ M21 എന്ന് പറഞ്ഞാൽ ഇതാണ് A21 എന്ന് പറയുന്ന എലമെൻറ്റ്. ഇത് ഉൾപ്പെടുന്ന കോളവും റോയും കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് 0 × 2 0 -4. നമുക്ക് ഒറ്റയടിക്ക് -4 എന്ന് എഴുതാം. ഇതുപോലെ ഇപ്പോൾ നമ്മൾ M22 കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. M22 എന്ന് പറഞ്ഞാൽ ഇതാണ് A22, ഇതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. 1 × 2 2 -0 2 എന്ന് തന്നെ കിട്ടും. ഇതുപോലെ ഇപ്പോൾ M23 കണ്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ M23 = ഇതാണ് A23. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ 1 - 0 1. ഇനി ഇതുപോലെ M31 കണ്ടു എന്ന് വെക്കുക. M31 ഇതാണ് A31. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്യുക. അപ്പോൾ 0 - 20 ഇതുപോലെ M32 ഇതാണ് M32 എന്ന് പറയുന്ന എലമെൻറ്റ്, അല്ലെങ്കിൽ A32 ഇതാണ്. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. സോ -1 -12 -13 എന്ന് കിട്ടും. -13 എന്ന് കിട്ടി. ഇനി അടുത്തത് M133 കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ M33
ഇതാണ് A33. അപ്പോൾ ഇതിൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ഉത്തരം 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ എലമെൻസിൻ്റെയും മൈനർ കിട്ടി. അപ്പോൾ എല്ലാ എലമെൻസിൻ്റെയും മൈനർ കിട്ടി. M11 കിട്ടി, M12, M13, M21, M22, M23, M31, M32, M33. 9 എലമെൻസിൻ്റെയും മൈനറുകൾ കിട്ടി. ഇനി നമുക്കിതിൻ്റെ കോഫാക്ടേഴ്സ് എഴുതുമ്പോൾ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കാതെ ഞാൻ പറഞ്ഞു തന്ന ഐഡിയ വെച്ച് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കോഫാക്ടർ എഴുതാം. അതായത് ഇപ്പം ഞാൻ മുകളിൽ എഴുതി കാണിക്കാം. ഇപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞിട്ട് A11 എഴുതണമെന്ന് വെക്കുക. A11. അപ്പോൾ ഇതിലെ പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ 1 ഉം 1 കൂട്ടിയ 2 ആണ്. ഇറ്റ് ഈസ് ആൻ ഈവൺ നമ്പർ. ഈവൺ നമ്പർ ആണെങ്കിൽ M11ഉം A11ഉം സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ M11 11 അല്ലേ കിട്ടിയത്. അപ്പോൾ A11 എന്ന് പറയുന്നതും 11 തന്നെ. ഇനി അടുത്തത് A12. ഇവിടെ നോക്കിയേ, 1 2 എന്ന് പറഞ്ഞാൽ 1 2 കൂട്ടിയാൽ 3 ആണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ M12ൻ്റെ നെഗറ്റീവ് ആയിരിക്കും A12 വരിക. അപ്പോൾ -6 എന്ന് എഴുതി. ഇനി ഇതുപോലെ A13 നോക്കിയെന്ന് വെക്കുക. അപ്പോൾ 1 3 കൂട്ടിയാൽ 4, ഈവൺ നമ്പറാണ്. അപ്പോൾ M13 A13 സെയിം ആയിരിക്കും. M13 3 ആണ്. സോ A13 3 തന്നെ. ഇതുപോലെ M21 നോക്കിയെന്ന് വെക്കുക. M അല്ല A21 കോഫാക്ടർ കണ്ടു എന്ന് വെക്കുക. അപ്പോൾ A21 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പൊസിഷൻ 21, 2 1 കൂട്ടിയാൽ 3 ആണ്, ഓഡ് നമ്പറാണ്. സോ A21ഉം M21ഉം തമ്മിലൊരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. M21 -4 ആണ്. സോ A21 +4. ഇനി ഇതുപോലെ A22 കണ്ടു എന്ന് വെക്കുക. A22 അപ്പോൾ നമുക്ക് 2ഉം 2ഉം കൂട്ടിയ 4 ആണ്. ഇവിടെ M22 എന്ന് പറയുന്നത് ഇപ്പോൾ ഈവൺ നമ്പർ അല്ലേ. A22 2 2 കൂട്ടിയ 4 ഈവൺ നമ്പറാണ്. അപ്പോൾ A22 M22 സെയിം ആയിരിക്കും. M22 പറഞ്ഞാൽ 2, അത് കിട്ടി. ഇനി A23. ടൂവും 3യും കൂട്ടിയ 5, ഓഡ് നമ്പറാണ്. അപ്പോൾ M23 A23 തമ്മിൽ ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ M23 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ A23 -1. ഇനി ഇതുപോലെ ലാസ്റ്റ് റോയുടെ എടുക്കുമ്പോൾ A31, 3ഉം 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ 4, ഈവൺ നമ്പറാണ്. സോ M31 A31, അതായത് മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. അപ്പോൾ M31 എന്ന് പറഞ്ഞാൽ -20 ആണ്. അപ്പോൾ ഇവിടെയും -20. ഇതുപോലെ A32, 3ഉം 2ഉം കൂട്ടിയ 5, ഓഡ് നമ്പറാണ്. സോ മൈനർ എന്താണോ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും കോഫാക്ടർ. അപ്പോൾ M32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -13. സോ കോഫാക്ടർ വെറും 13 ആയിരിക്കും. ഇതുപോലെ ലാസ്റ്റ് എലമെൻറ്റ് A33. ഇവിടെ M33 എന്ന് പറഞ്ഞാൽ 5 ആണ്. 3ഉം 3ഉം കൂട്ടിയ 6, ഈവൺ നമ്പറാണ്. സോ മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. അതായത് A33 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ചു. അപ്പോൾ മൈനർ കിട്ടിക്കഴിഞ്ഞാൽ ആ പൊസിഷനുകളുടെ സമ്മ് നോക്കുക. ഇപ്പോൾ A11 ആണെങ്കിൽ 1ഉം 1ഉം കൂട്ടിയ 2, അത് ഓടാണോ ഈവൺ ആണോ എന്ന് നോക്കുക. ഈവൺ ആണെങ്കിൽ മൈനറും കോഫാക്ടറും സെയിം. ഓടാണെങ്കിൽ മൈനർ എന്താണോ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മൈനസിന് ഇട്ടാൽ കോഫാക്ടർ കിട്ടും. ഇതാണ് ഇത് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് കോഫാക്ടേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് റോ ഇവാലുവേറ്റ് ഡിറ്റർമിനൻറ്റ്. സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്നതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മളപ്പോൾ ഓൾറെഡി എക്സാമ്പിളിൽ കണ്ടു. എങ്ങനെയാണ് നമ്മൾ ഒരു റിമാർക്കായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തിലെ എലമെൻസും അവരുടെ കോഫാക്ടേഴ്സും വെച്ച് നമുക്ക് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഒരു റിമാർക്കായിട്ട്. അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് സെക്കൻഡ് റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് വെച്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിലെ ഓരോ എലമെൻറ്റിൻ്റെ ആയിട്ട് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് മൈനർ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇദ്ദേഹത്തിൻ്റെ മൈനർ കാണാം. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A21 ആണ്. സോ ഇതിൻ്റെ മൈനർ പറയുമ്പോൾ M21. അപ്പോൾ ആദ്യം മൈനർ കണ്ടുപിടിക്കാം.
M21 ഈക്വൽ ടു മൈനർ കാണാൻ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ ഈ റോയും പോയി ഈ കോളവും പോയി. ബാക്കിയുള്ളത് 3, 8, 2, 3. അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടു. അപ്പോൾ നമുക്ക് 3 × 3 9, 9 - 16 എന്ന് വെച്ചാൽ -7 എന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് ഈ പറയുന്ന M21ൻ്റെ വാല്യൂ. നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കാം. A21. അപ്പോൾ നമ്മൾ A21 ആണ്. സോ -1 raised to 2 + 1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു M21. അതാണ് കോഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ M21 എന്ന് പറഞ്ഞാൽ -7. അപ്പോൾ നോക്കിയേ, -1 raised to 3 എന്ന് പറഞ്ഞാൽ അത് -1 ആണ്. -1 ഇൻറ്റു -7 രണ്ട് നെഗറ്റീവ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +7 ആയി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ കിട്ടി. ഇതുപോലെ ഇനി ഈ എലമെൻറ്റ് M22 സെക്കൻഡ് റോയിൽ അടുത്ത എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ M22 അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ സെക്കൻഡ് റോയും പോയി സെക്കൻഡ് കോളവും പോയി. ബാക്കിയുള്ളത് 5, 8, 1, 3. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 5 × 3 15 -8 7 15 -8. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 7. അപ്പോൾ M22ൻ്റെ ഉത്തരവും 7 എന്ന് കിട്ടി. സോ നമുക്ക് A22 കണ്ടുപിടിക്കാം. അപ്പോൾ A22 എന്ന് വെച്ചാൽ -1 raised to 2 + 2 4 ആണ് ഇൻറ്റു M22 അതായത് 7. -1 raised to 4 എന്ന് പറഞ്ഞാൽ -1ൻ്റെ പവറിൽ ഈവൺ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് 1 ആയി. സോ 1 × 7 7. അങ്ങനെ A22 കിട്ടി. ഇതുപോലെ അടുത്തത് M23 ആ സെക്കൻഡ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ മൈനർ കണ്ടു. അപ്പോൾ M23 ഈക്വൽ ടു ഇതാണ് സെക്കൻഡ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ്. അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് 5, 3, 1, 2. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടു കഴിഞ്ഞാൽ 10 - 3 അതും 7. ഇനി അതിൻ്റെ കോഫാക്ടർ എടുക്കുമ്പോൾ A23 നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 2ഉം 3ഉം കൂട്ടിയ 5 ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ മൈനറിൻ്റെ നെഗറ്റീവ് ആയിരിക്കും കോഫാക്ടർ. ഇപ്പോൾ ഇവിടെ -7 ആണ്. സോ കോഫാക്ടർ നമുക്ക് ഒറ്റയടിക്ക് -7 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ റോയിലുള്ള സെക്കൻഡ് റോയിലുള്ള എല്ലാ എലമെൻറ്റുകളുടെയും കോഫാക്ടർ കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് നമ്മൾ പഠിച്ചേക്കണ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് റോ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് സമം നമ്മൾ പഠിച്ചേക്കണത് A21 അതിൻ്റെ കോഫാക്ടർ. അപ്പോൾ ആ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ പ്ലസ് അടുത്ത എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ പ്ലസ് അടുത്ത എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്കതിലിട്ട് കൊടുക്കാം. സോ A21 ഇതാണ് A21. അപ്പോൾ 2 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ A21 7 പ്ലസ് A22 0 ആണ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ 7 0 ഇൻറ്റു നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല പ്ലസ് A23 എന്ന് പറഞ്ഞാൽ 1 ആണ് അതിൻ്റെ കോഫാക്ടർ -7. അപ്പം നോക്കിക്കോ, ഇവിടെ ഇതിൻ്റെ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ 2 × 7 14 ഇത് 0 ഇത് -7. അപ്പോൾ നമുക്ക് 14 + 0 -7 എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 - 7 7. അപ്പോൾ നമുക്ക് തന്ന ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 7 എന്ന് കണ്ടുപിടിക്കാൻ പറ്റി. നമ്മൾ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സും അവരുടെ കോഫാക്ടറും വെച്ച് നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം. ഇതേപോലെ ഇതേ മോഡൽ തന്നെയുള്ളൊരു ചോദ്യമാണ്. ഇതിലെ തേർഡ് കോളത്തിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തേർഡ് കോളം ഈ കോളത്തിലെ എലമെൻസിൻ്റെ കോഫാക്ടേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇയാളുടെ കോഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ
A13 ആണ്. സോ ആദ്യം അതിൻ്റെ മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ M13 = ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ ഈ റോയും പോയി ഈ കോളവും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് റോയും പോയി തേർഡ് കോളവും പോയി. അപ്പോൾ 1y 1z. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1 × z z മൈനസ് y × 1 z മൈനസ് y. ഇങ്ങനെ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടി. അതവിടെ വെച്ചു. ഇനി വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിച്ച് പോവാം. അപ്പോൾ A13 എന്ന് പറയുന്നത് നമുക്കിനി എല്ലാ സ്റ്റെപ്പും എഴുതേണ്ട കാര്യമില്ല, ഷോർട്ട് കട്ടായിട്ട് ചെയ്യാം. 1 ഉം 3 എന്ന് പറഞ്ഞാൽ 1 ഉം 3 ഉം കൂട്ടിയ 4 ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെങ്കിൽ മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ z മൈനസ് y തന്നെ. അത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് M23. അടുത്ത തേർഡ് കോളത്തിലുള്ള എലമെൻറ്റ് A23 ആണ്. ഈ എലമെൻറ്റ് അതിൻ്റെ മൈനർ. അപ്പോൾ സെക്കൻഡ് റോയും തേർഡ് കോളവും കട്ടായിപ്പോയി. അപ്പോൾ 1x 1z. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 × z മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ നേരെ നമുക്ക് കോഫാക്ടറും കണ്ടുപിടിച്ച് പോവാം. അപ്പോൾ A23. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 3 ആണ്. 2 ഉം 3 ഉം കൂട്ടി കഴിഞ്ഞാൽ 5. ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. സോ ഇവിടെ എന്താണോ കിട്ടിയത് അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഇതിൻ്റെ അഡ്ജോയിൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ അഡ്ജോയിൻ്റ് ഇവിടെ കോഫാക്ടറായിട്ട് വരിക. ഇവിടെ വന്നേക്കണത് z മൈനസ് എക്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ്. അപ്പോൾ നമ്മൾ a മൈനസ് ബിയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ b മൈനസ് എ എന്ന് എഴുതാം. ഇപ്പം ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൈനസ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മൈനസ് z പ്ലസ് എക്സ് എന്നാണ് വരിക. അതിന് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് എക്സ് മൈനസ് z എന്ന് എഴുതാം. അതായത് ഇതാണ് ഐഡിയ. a മൈനസ് ബിയുടെ നെഗറ്റീവ് ആരാന്ന് ചോദിച്ചാൽ b മൈനസ് എ. അപ്പോൾ അതുപോലെ z മൈനസ് എക്സിൻ്റെ നെഗറ്റീവ് ആരാന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് എക്സ് മൈനസ് z എന്ന് എഴുതാം. ഇതുപോലെ അടുത്തത് M33. A33 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കോഫാക്ടർ. ഈ എലമെൻറ്റിൻ്റെ കോഫാക്ടർ. അപ്പോൾ ഇതുൾപ്പെടുന്ന അത് നമുക്ക് മൈനർ കണ്ടിട്ട് വേണം കോഫാക്ടറിക്ക് പോകാൻ. അപ്പോൾ ഇതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് 1y 1z ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ z മൈനസ് y. അപ്പോൾ A33 ഇപ്പോൾ മൈനർ കിട്ടി. ഇനി കോഫാക്ടർ കാണുക. അപ്പോൾ A33 = 3 ഉം 3 ഉം കൂട്ടിയ 6 ഈവൺ നമ്പറാണ്. സോ മൈനറും കോഫാക്ടറും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കോഫാക്ടർ ആരാന്ന് ചോദിച്ചാൽ z മൈനസ് y. അപ്പോൾ നമുക്ക് ഈ തേർഡ് കോളത്തിലുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യുവേറ്റ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് = തേർഡ് കോളത്തിലെ ആദ്യത്തെ എലമെൻ്റ് എടുക്കുക yz ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ കോഫാക്ടർ, അതായത് z മൈനസ് y, പ്ലസ് അടുത്ത എലമെൻ്റ് എടുക്കുക zx ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ എന്ന് വെച്ചാൽ x മൈനസ് z, പ്ലസ് അടുത്ത എലമെൻ്റ് എടുക്കുക xy ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ ഒക്കെ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ yz ഇൻറ്റു z മൈനസ് y എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ yz ഇൻറ്റു z yz² മൈനസ് y²z. ഇനി ഇവിടെ ചെയ്യുമ്പോൾ പ്ലസ് zx² മൈനസ് z²x. ഇവിടെ ചെയ്യുകയാണെങ്കിൽ പ്ലസ് xyz മൈനസ് xy². ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കിട്ടുക. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വല്ലതും പറ്റുമോ എന്ന് നോക്കി. ക്യാൻസൽ ചെയ്ത് കളയാനൊന്നുമില്ല. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ വരെ എഴുതി വെച്ചാലും മതിയാവും കേട്ടോ. നമുക്കിങ്ങനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
സിംപ്ലിഫൈ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതുവരെ എഴുതിയാലും മതിയാവും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു 4th ക്വസ്റ്റ്യൻ്റെ ഈ തന്നിരിക്കുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ തേർഡ് കോളം ഉപയോഗിച്ച് ഇവാലുവേറ്റ്. ഇനി അടുത്ത ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാ കറക്റ്റ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കത് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഡിറ്റർമിനൻ്റ് തന്നേക്കണം. A11 A12 A13 A21 A22 A23 ഈ ഫോമിലൊരു ഡിറ്റർമിനൻ്റ് തന്നേക്കണം. എന്നിട്ട് അവർ പറയണു AIJ ക്യാപിറ്റൽ AIJ ഈസ് ദി കോഫാക്ടേഴ്സ് ഓഫ് സ്മോൾ AIJ, ദെൻ വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് ഈസ് ഗിവൺ ബൈ. അങ്ങനെയാണെങ്കിൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ ഏത് വെച്ചാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഓപ്ഷനിൽ പറയണത് A11 ഇൻറ്റു ക്യാപിറ്റൽ A31 A12 ഇൻറ്റു ക്യാപിറ്റൽ A32 പ്ലസ് A13 ഇൻറ്റു ക്യാപിറ്റൽ A33. നമ്മൾ പഠിച്ചേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റോയിലെയോ അല്ലെങ്കിൽ കോളത്തിലെയോ എലമെൻറ്റുകളും അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഡിറ്റർമിനൻറ്റ് കിട്ടുക. അപ്പോൾ ഈ എഴുതിയേക്കണത് ശരിയാവില്ല. ഇത് A11 പക്ഷേ ഇതേ എലമെൻറ്റിൻ്റെ കോഫാക്ടർ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ എഴുതിയേക്കണത് ശരിയല്ല. ഇവിടെ A11 ഇൻറ്റു ക്യാപിറ്റൽ A11 ഓക്കെ, അതായത് ഫസ്റ്റ് റോയിലെ ഈ എലമെൻറ്റും ഇതിൻ്റെ കോഫാക്ടറും എടുത്തു. പക്ഷെ പിന്നെ എടുത്തേക്കണത് A12 അത് ഈ എലമെൻ്റാണ് ഇൻറ്റു ക്യാപിറ്റൽ A21 ഇതിൻ്റെ കോഫാക്ടർ എടുത്തേക്കണം. അങ്ങനെ പറ്റില്ല. നമ്മളെടുക്കുന്ന ഏത് റോയിലെ എലമെൻ്റ് എടുത്തോ അതിൻ്റെ തന്നെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ബിയും തെറ്റാണ്. സി നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തേൽ തന്നെ തെറ്റി, A21 ക്യാപിറ്റൽ A11 പറ്റില്ല. അപ്പോൾ സിയും തെറ്റാണ്. ഡി നോക്കിയേ, A11 ഇൻറ്റു ക്യാപിറ്റൽ A11 ഇതാണ് A11, അതിനെ അതിൻ്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് A21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതിനെ അതിൻ്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് A31 അതിനെ അതിൻ്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ്സ് എടുത്ത് അതിനെ അതിൻ്റെ കോഫാക്ടർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തേക്കും. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ് എടുത്തു, അതിനെ അതിൻ്റെ കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ.